എറണാകുളം കിഴക്കമ്പലത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. വൈപ്പിൻ സ്വദേശി ബിന്നിയുടെ വീടാണ് തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്ന് ഉടമ ആരോപിച്ചു. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഒപ്പം ഈ അപകടത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? എത്രത്തോളം നാശനഷ്ടം കണക്കാക്കുന്നു? ഇത് കിഴക്കമ്പലത്തിന് സമീപം പൊയ്യക്കുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. രാവിലെ 6 മണിക്കാണ് വീട് തകർന്നു വീണത്. അത് നിർമ്മാണത്തിലിരിക്കുന്നൊരു വീടാണ്. ഇലക്ട്രിക് വർക്കുകളുടെ ഭാഗമായിട്ട് ഇന്ന് തൊഴിലാളികൾ രാവിലെ അവിടെ എത്തുമ്പോഴാണ് ഈ വീട് തകർന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ന് ആദ്യം കരുതിയത് മഴയത്ത് തകർന്നതാണ് എന്നാണ്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴ ഈ ഭാഗത്തുണ്ടായിരുന്നു. മഴ മാത്രമല്ല, ഇടിയോടും കൂടിയ മഴയായിരുന്നു. ആ സമയത്ത് രാത്രിയും പുലർച്ചെയും എല്ലാം ശക്തമായ മഴ ഉണ്ടായപ്പോൾ ആ മഴയുടെ ആഘാതത്തിൻ്റെ ബാക്കിപത്രമാണ് വീട് തകർന്നതെന്ന് കരുതിയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള പരിശോധനയിലാണ് സിമൻറ്റോ കമ്പിയോ ലെവലേശം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള തിരിമറി നടന്നു എന്ന് ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള വൈപ്പിൻ സ്വദേശി ബിന്നിക്ക് ബോധ്യപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിക്കാണ് ഈ വീട് നിർമ്മാണത്തിൻ്റെ കരാർ കൊടുത്തിരുന്നത്. അയാളെ കുറ്റക്കാരനായി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പോലീസിനോട് പരാതിപ്പെട്ടിരിക്കുകയാണ് ബിന്നി എന്ന് പറയുന്ന ആൾ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പണിക്കാരെല്ലാം ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. അത്തരത്തിൽ പണി നടക്കുന്ന വേളയിലാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ തോത് തന്നെ വലിയ രീതിയിൽ മാറിപ്പോയനെ. ഭാഗ്യവശാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും അപകടങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.